പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു മുത്താറി പത്തിലാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മുത്താറി പത്തിലാണ്, അതായത് നമുക്ക് മുത്താറിനെ കൊണ്ട് പുട്ട്, ദോശ, നൂൽപുട്ടെല്ലാം ആക്കാം. അപ്പം ഇത് ഒരു എന്താ പറയുക, മുത്താറിപ്പത്തിൽ പച്ചക്കറി ഇട്ടിട്ടുള്ള ഒരു മുത്താറിപ്പത്തിൽ. അപ്പോൾ അത് ഇങ്ങനെ ചൂടാന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അടുത്ത് എന്താ പച്ചക്കറിയുള്ള അത് നമുക്ക് കൂട്ടാം. അപ്പം എൻ്റെ അടുത്ത് ക്യാബേജ് ഉണ്ട്, ഞാനത് ഇതിലേക്ക് ഇടട്ടെ. അപ്പം ഇതിൽ ഞാൻ കുറച്ച് പച്ചച്ചീര, പിന്നെ തക്കാളി, ക്യാബേജ്, പിന്നെ ഉള്ളി, ബീട്രൂട്ട്, കുറച്ച് ബീട്രൂട്ടും തക്കാളിയൊക്കെ ഇട്ട്, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇടാം. നമുക്കിത് നല്ലോണം പത്തിൻ്റെ രൂപത്തിൽ നല്ല ഇതിൽ കുഴച്ചെടുക്കാം. അതായത് മുത്താറി നല്ല വിറ്റാമിനുള്ള ഇതാണ്. നമുക്ക് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ രാത്രി മുത്താറി ദോശയും മുത്താറി പത്തിലൊക്കെ നമ്മൾ ചുട്ടുകൊടുക്കും. അപ്പോൾ നമ്മളടുത്ത് എന്ത് പച്ചക്കറിയുള്ള അതിട്ടിട്ട് നമുക്ക് ചൂടാം. തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂട്ടാം. മല്ലിച്ചപ്പ് ഉള്ള ചീരയും എന്താ നമ്മുടെ അടുത്ത് പച്ചക്കറി ബീട്രൂട്ടുണ്ടോ, ക്യാരറ്റ്, അങ്ങനെയുള്ള പച്ചക്കറി ഇട്ടിട്ട് നമുക്കിത് പത്തിൽ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് പത്തിൻ്റെ രൂപത്തിൽ കുഴച്ച് ഇതാക്കിയെടുക്കാം. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തതിൽ കുറച്ചും കൂടി ക്യാബേജ് ബാക്കിയുണ്ട്, അതും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ. പിന്നെ ബീട്രൂട്ടും ഉണ്ട്, തേച്ച് വിളുന്നോട്ടെ. പിന്നെ ഞാൻ പച്ച ചീര എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏത് ചീരയുള്ള അതിടാം, ചീര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് പത്തിൽ പരത്താൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഇത് മുത്താറി പൊടിപ്പിച്ചതാണ്. അപ്പോൾ നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു വാഴേൻ്റെ ഇല എടുത്തിട്ട് കുറച്ച് എണ്ണ തടവാം. എന്നിട്ട് മുത്താറി നല്ല ബോള് പോലെ ആക്കിയെടുക്കുക. ഈ ഇലയിൽ വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുണ്ട ഇങ്ങനെ ഇതുപോലെ പരത്തി കൊടുക്കുക. ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം എന്തെന്നുള്ള അതൊക്കെ ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ക്യാബേജും ഉള്ളി, തക്കാളി അതൊക്കെയുള്ള, പിന്നെ മല്ലിച്ചപ്പും ഇടാം. നേർങ്ങനെ പരത്തി കൊടുത്തിട്ട് വേറൊരു വാഴയില വെച്ചിട്ട് മൂടിക്കൊടുക്കുക. മുത്താറിപ്പത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ മണ്ണിൻ്റെ കല്ലുണ്ട്, ഗ്യാസുമ്മേൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ. നമുക്ക് മുത്താറിപ്പത്തിൽ ഇട്ട് കൊടുക്കുക. മണ്ണിൻ്റെ കല്ല് ചൂടായിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. നമ്മളിത് ഒറോട്ടി ചുടുന്ന കല്ലാണ്. അപ്പോൾ ഇങ്ങനെ മുത്താറിപ്പത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരെ ഇഷ്ടമുണ്ടാവും. പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ചുട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പച്ചക്കറി എന്തെന്നുള്ള അത് ഇട്ടിട്ട് നമുക്ക് ചുട്ടാൽ എന്താ പറയുക, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മണ്ണിൻ്റെ കല്ല് തന്നെ വേണ്ട, നോൺ സ്റ്റിക്ക് പാത്രം മതി. പിന്നെ ഇവിടെ മണ്ണിൻ്റെ കല്ലുള്ളതുകൊണ്ട് അത് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും ആവട്ടെ. അപ്പോൾ ഇത് ചെറുങ്ങനെ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്താ പറയുക, ഈ വാഴയിലേൻ്റെ ഈ മണവും കൂടി ഈ മുത്താറിപ്പത്തിൽ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ വാടി വരുന്നതിന് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇല വാടുന്ന വരെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇല ചെറുങ്ങനെ വാടി വാടി വന്നിട്ടുണ്ട്.
ഇതാകുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ആകും. അത്രയും നേർങ്ങനെയല്ലേ ആക്കിയെടുത്ത് ഇതൊരു കുറച്ചധികം ഒരു 5-8 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുണ്ടോ ഇല ഇതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഏകദേശം ആകാനായിട്ടുണ്ട്. നമ്മുടെ പത്തിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വാഴയില മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. എൻ്റെ മുത്താറിപ്പത്തിൽ രണ്ടും ആയിട്ടുണ്ട്. ഇത് കണ്ട നല്ലോണം വെന്ത് നല്ല ഇതായിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ കണ്ട നിങ്ങളുടെ അടുത്ത് കയ്യിലുള്ള എന്ത് പച്ചക്കറി ഇട്ടിട്ട് ഇങ്ങനെ ചുടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മണ്ണിൻ്റെ കല്ലിൽ ചുടണമല്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇലയിലാക്കിയിട്ട് ചുട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നെയ്യാക്കി കൊടുത്താൽ മതി ലാസ്റ്റ്. അപ്പം ഇതുപോലെ എല്ലാവരും മുത്താറി കൊണ്ട് ചുട്ട് വെക്കണം.